ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇത് പ്രത്യേകിച്ചും ഡയറ്റൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അല്ലാത്ത ആൾക്കാരൊക്കെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ, കാരണം നിങ്ങൾക്ക് പറ്റിയ യാതൊരു ഇൻഫർമേഷനും ഈ വീഡിയോയ്ക്കകത്ത് ഉണ്ടാവില്ല. അപ്പോൾ നോർമൽ ഒരു ഡയറ്റിൽ എത്ര വെള്ളം കുടിക്കണം, വെള്ളത്തിൻ്റെ ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ എന്താ പറയുക, വെള്ളം കുടിച്ചാൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാകും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും വെള്ളം കുടിക്കേണ്ടത് നമ്മുടെ ഹൈറ്റ്, വെയിറ്റ് ഇതെല്ലാം നോക്കിയിട്ടാണ്. അതാണ് എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ള കാര്യം. അതായത് വെള്ളം കുടിക്കേണ്ടതായാലും അതെ, നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് നോക്കേണ്ടതായാലും അതെ, എല്ലാം നമ്മുടെ അത് എല്ലാം എന്താ പറയുക കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹൈറ്റിനെയും വെയിറ്റിനെയും എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇത് നോക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും എന്താ പറയുക നമ്മൾ ആഡ് ചെയ്യേണ്ട പ്രോട്ടീന്, നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ കഴിച്ചോട്ടെ, നമ്മൾ എന്തൊക്കെ ഇനിയിപ്പോൾ വെള്ളം കുടിച്ചോട്ടെ, നമ്മൾ എത്ര ഫ്രൂട്ട്സ് കഴിച്ചോട്ടെ, എല്ലാത്തിനെയും കലോറി എല്ലാ കാര്യങ്ങളും കണക്കാക്കുന്നത് എപ്പോഴും നമ്മുടെ ഹൈറ്റ്, വെയിറ്റ് കണക്കാക്കി അതിനനുസരിച്ചുള്ളൊരു BMI അനുസരിച്ചാണ്. അപ്പോൾ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളതെന്നാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ ശരീരത്തിന് എന്താ പറയുക നല്ല എനർജി ഉണ്ടാവും. ഒരു ഡേ കംപ്ലീറ്റ്ലി നമ്മൾ നല്ല എനർജറ്റിക് ആയിരിക്കും. ആൻഡ് നമുക്ക് നല്ല ഉറക്കം കിട്ടും. പിന്നെ നമ്മുടെ സ്കിന്ന് ക്ലിയർ ആവും. അതുപോലെ തന്നെ എപ്പോഴും ഡയറ്റ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴും ഉള്ള ഈ ഒരു വിശപ്പ് അതിനെ നമുക്ക് നല്ലോണം കൺട്രോൾ ചെയ്യാനായിട്ടും എന്താ പറയുക നമുക്കതിനെ നമ്മുടെ പരിധിയിലാക്കാൻ വിശപ്പ്, അതായത് വിശപ്പാണ് നമ്മുടെ ഡയറ്റിനെ എപ്പോഴും ബ്രേക്ക് ചെയ്യുന്ന ഒരു സാധനം. കാരണം ചില സാധനങ്ങൾ കാണുമ്പോഴുള്ളൊരു വിശപ്പാണ്, അല്ലാതെ നമ്മുടെ ശരീരത്തിന് ആവശ്യം ഉണ്ടായിട്ടുള്ള വിശപ്പല്ല. അപ്പോൾ ഇങ്ങനത്തെ എന്താ പറയുക ക്രേവിങ്സിനെയും ഒക്കെ നമുക്ക് എന്താ പറയുക ഒരു പരിധി വരേക്കും നമ്മുടെ പിടിയിൽ ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് നമ്മുടെ എന്താ പറയുക കൺട്രോളിലാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഈ ഒരു വെള്ളം കുടിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഹൈറ്റിനും വെയിറ്റിനും അനുസരിച്ച് എത്ര വെള്ളം കുടിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഞാൻ എന്താ പറയുക ഒരു 750 മില്ലിയുള്ള ഒരു കുപ്പിയിൽ കണക്കാക്കിയിട്ടാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 163 അതിൻ്റെ ഞാൻ നല്ല വെയിറ്റ് ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ വെയിറ്റ് എന്ന് ഏറ്റവും കൂടിയ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 69 കേട്ടോ, 69.1. അപ്പോൾ അന്ന് ഞാൻ വെള്ളം കുടിക്കുന്നത് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് 3.5 ലിറ്റർ ആയിരുന്നു. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഞാൻ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക എൻ്റെ BMI കണക്കാക്കി നോക്കുമ്പോൾ 2 മുതൽ 2.5 വരെയൊക്കെ ഓക്കെ ആണ്. അത്ര വെള്ളം എനിക്ക് കുടിച്ചാൽ മതി എൻ്റെ വെയിറ്റിനനുസരിച്ച്. അതായത് ഇപ്പോൾ എൻ്റെ വെയിറ്റ് അപ്പോൾ 750 മില്ലി ആവുന്ന സമയത്ത് എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒരു കുപ്പിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിന് 3-4 കുപ്പി കുടിച്ച് അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അപ്പോൾ കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ വാങ്ങുന്നത്. ഇത് സത്യമായിട്ട് ഞാൻ വാങ്ങിച്ചല്ല, ഇത് എൻ്റെ ബ്രദർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു ബോട്ടിലാണ്. അതായത് ഞാൻ എൻ്റെ ഡയറ്റും വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്താ പറയുക എനിക്കൊരു ഒരു പ്രോത്സാഹനം അങ്ങനെ കരുതിയിട്ട് എനിക്കൊരു ഗിഫ്റ്റായിട്ട് തന്നതാണ് ഈ ഒരു ബോട്ടിൽ. അപ്പം ഇത് വന്നിട്ട് കറക്റ്റ് പറഞ്ഞാൽ ഇത് 2 ലിറ്റർ ഇതിൽ കറക്റ്റ് കൊള്ളില്ല, 2 ലിറ്റർ കൊള്ളില്ല, കുറച്ച് കുറവുണ്ട്. ഒരു 250 മില്ലിയോളം ഇതിൽ കുറവുണ്ട്. അപ്പം അതും കൂടി ഞാൻ കണക്കാക്കിയിട്ട് ഏകദേശം ഈ ഒരു ബോട്ടിൽ 2 ബോട്ടിൽ വെള്ളം ഞാൻ കുടിക്കാറുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഒരിക്കലും ചായ അല്ലെങ്കിൽ ജ്യൂസുകൾ ഇതൊന്നും, ഇപ്പോൾ ഒരു ഗ്ലാസ് ഞാൻ ജ്യൂസ് കുടിച്ചു, അപ്പോൾ ഞാനും ഇനി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കേണ്ട, അതായത് 8 ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ ഞാൻ ഇനി 7 ഗ്ലാസ് കുടിച്ചാൽ മതി, ആ ഒരു ചിന്ത തെറ്റാണ്. ഒരിക്കലും നമ്മുടെ ചായ അല്ലെങ്കിൽ ജ്യൂസ് ഇതൊന്നും ഒരിക്കലും നോർമൽ വെള്ളത്തിൽ നമ്മൾ കണക്കാക്കിയിട്ട് കുടിക്കേണ്ടത് അതിൽ പെടില്ല കേട്ടോ. പിന്നെ ഒരു ഡയറ്റ് എടുക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾ ഫുഡിനെ പേടിക്കരുത്. ചില ഫുഡൊക്കെ കാണുമ്പോൾ ഇത് കഴിച്ചാൽ ഞാൻ എന്തായാലും വണ്ണം വയ്ക്കും, അപ്പോൾ ഞാനിത് എന്തായാലും കഴിക്കാൻ പോകുന്നില്ല എന്ന് പേടിച്ചിരിക്കരുത്. ഒരിക്കലും ഒരു ഫുഡിനോട് റെസ്ട്രിക്ഷൻ അല്ല വേണ്ടത്. എന്താ പറയുക നമ്മളെ തന്നെ സ്നേഹിച്ചാൽ മതി. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്, നമ്മൾ എന്താ പറയുക വെയിറ്റ് കുറയ്ക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ആ ഒരു ബോധം ചിന്ത എപ്പോഴും മനസ്സിലുണ്ടായി. എപ്പോഴും ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡ് കാണുകയാണ്, അതൊന്നും ഒരിക്കലും ഒരെണ്ണം എടുത്ത് കഴിച്ചെന്ന് പറഞ്ഞിട്ട് എന്താ പറയുക അവസാനിക്കാനൊന്നും പോകുന്നില്ല. ഒരിക്കലും നമ്മുടെ ഡയറ്റ് ബ്രേക്ക് ആവില്ല, എന്താ പറയുക വെയിറ്റ് കൂടില്ല. ഒരു മീൽ കൊണ്ട് ഒരിക്കലും വെയിറ്റ് കൂടില്ല. പക്ഷേ അതായത് കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 7700 കലോറി നമ്മുടെ ശരീരത്തിൽ ഒരു 3 ദിവസത്തിനുള്ളിൽ കയറുകയാണെങ്കിൽ മാത്രമേ നമ്മൾ വെയിറ്റ് കൂടുകയുള്ളൂ. അപ്പോൾ അതൊന്നും ആരും പേടിക്കേണ്ട. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ഹെൽത്ത് ടിപ്സ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വേറൊരു വീഡിയോയിൽ കാണാം. പിന്നെ ഈ ഒരു ഇൻഫർമേഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്കിതുപോലത്തെ വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും